വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള പൊതുവായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം ട്ടോ. ജലം ഐസായി മാറുന്ന താപനില ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം ഏതാണ്? കടും നീല നിറം. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ്. താപം അളക്കുന്ന പ്രധാന യൂണിറ്റുകൾ ഏതെല്ലാം? ജൂള്, കലോറി. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ. ഒരു വസ്തു ചലിക്കണമെങ്കിൽ പ്രയോഗിക്കേണ്ട ബലം എങ്ങനെയുള്ളത് ആയിരിക്കണം? അസന്തുലിത ബാഹ്യ ബലം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം പരീക്ഷണങ്ങളിലൂടെ നിർണയിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് മൂലം വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ത്വരണം ഏതാണ്? ഭൂഗുരുത്വ ത്വരണം. ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലം തിളയ്ക്കുന്ന താപനില ഏതാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഉമിനീർ ഏത് ഭക്ഷണ ഘടകവുമായാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. വായുവിൽ അടങ്ങിയ ജലബാഷ്പത്തിന്റെ അളവ് ഏതാണ്? ആർദ്രത. ദ്രവ്യത്തിലെ ആറ്റങ്ങളുടെയും തന്മാത്രങ്ങളുടെയും ആകെ ഗതികോർജമാണ് ഏത്? താപോർജം. തെർമൽ സ്കാനറിൽ ഉപയോഗിക്കുന്ന വികിരണം ഏതാണ്? ഇൻഫ്രാറെഡ് വികിരണം. ജലം തിളയ്ക്കുന്ന താപനില ഏത്? 100 ഡിഗ്രി സെൽഷ്യസ്. ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ എന്ത് വിളിക്കുന്നു? ജഡത്വം. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടി ആക്കിയാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങ് ആകും? 2 മടങ്ങ്. ഭൗമ ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ആകർഷണ ബലത്തിന്റെ അളവ് എങ്ങനെയാണ്? കൂടുന്നു. നിശ്ചലമായ വണ്ടി പെട്ടെന്ന് ചലിക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴുന്നതിന് കാരണം എന്താണ്? നിശ്ചല ജഡത്വം. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ ആകർഷണ ബലത്തിന്റെ അളവിന് എന്ത് മാറ്റമുണ്ടാകും? കുറയും. ഓടിവരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ചലന ജഡത്വം മൂലം. ഭൂമിയുടെ യഥാർത്ഥ ആകൃതി എന്താണ്? ജിയോയിഡ്. ഭൂഗുരുത്വ ത്വരണത്തിന്റെ ശരാശരി മൂല്യം എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? 0. ഒരു വസ്തുവിന്റെ താപനില കൂടുമ്പോൾ തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും ചലനവേഗം എങ്ങനെയാകുന്നു? വർദ്ധിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളിലെ അന്നജ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. കോശങ്ങളും മുടിയും ദഹനരസവും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആഹാര ഘടകം ഏതാണ്? മാംസ്യം. ഖരവസ്തുക്കളിലുള്ള താപ പ്രസരണ രീതിക്ക് എന്ത് വിളിക്കുന്നു? ചാലനം. ഒരു വസ്തു ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമാകുന്ന പ്രതിഭാസത്തിന് എന്ത് വിളിക്കുന്നു? ഉത്പതനം. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? ടൈലിൻ. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. ഫാരൻഹീറ്റ് സ്കെയിൽ അനുസരിച്ച് ജലം ഐസാകുന്നത് എപ്പോഴാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റിൽ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? പ്രോട്ടീൻ. ശരീരം ശോഷിക്കുക, വയർ വീർത്തിരിക്കുക എന്നീ ലക്ഷണങ്ങൾ ഏത് പോഷണ ഘടകത്തിന്റെ അഭാവമുള്ളപ്പോഴാണ് കാണുക? പ്രോട്ടീന്റെ അഭാവം. വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു? ക്രയോജനിക്സ്. പാറ്റ ഗുളിക തുറന്നു വെച്ചാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണം എന്താണ്? ഉത്പതനം എന്ന പ്രതിഭാസം. മസ്തിഷ്കത്തിന് ഊർജം നൽകുന്ന ആഹാര ഘടകം ഏതാണ്? ഗ്ലൂക്കോസ്.
ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ആഹാര ഘടകം ഏതാണ്? മാംസ്യം. ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയുമുള്ള താപ പ്രസരണ രീതിക്ക് വിളിക്കുന്ന പേരെന്താണ്? സംവഹനം. ഏറ്റവും താഴ്ന്ന താപനിലയായ കേവല പൂജ്യത്തിന് 0 എന്ന മൂല്യം നൽകി തയ്യാറാക്കിയ താപമാന സ്കെയില് ഏതാണ്? കെൽവിൻ സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ്? ഗബ്രിയേൽ ഫാരൻഹീറ്റ്. സെൽഷ്യസ് തെർമോമീറ്റർ ആവിഷ്കരിച്ചത് ആരാണ്? ആൻഡേഴ്സ് സെൽഷ്യസ്. കെൽവിൻ സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ്? ലോർഡ് കെൽവിൻ. താപത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്തു വിളിക്കുന്നു? തെർമോ ഡൈനാമിക്സ്. ഒരു കലോറി എത്ര ജൂൾ ആണ്? 4.2 ജൂൾ. സൂര്യനിൽ നിന്നും ചൂട് ഭൂമിയിലെത്തുന്നത് ഏത് രീതിയിലാണ്? വികിരണം. താപനില അളക്കാനുള്ള ഉപകരണത്തിന്റെ പേരെന്താണ്? തെർമോമീറ്റർ. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതി ഏതാണ്? വികിരണം. താപനില അളക്കാനുള്ള യൂണിറ്റുകൾ ഏതെല്ലാമാണ്? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. അപ്പൊ നമ്മള് ഇന്ന് 50 ക്വസ്റ്റ്യനുകൾ പഠിക്കുകയുണ്ടായി. ഇത് ജനറൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഗ്രൂപ്പ് ഡി എക്സാമിന് സയൻസ് ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക. ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് കാണാറുണ്ട്. ഗ്രൂപ്പ് ഡിക്ക് മാത്രമല്ല, SSC ആയാലും PSC ആയാലും ഏത് പരീക്ഷകളായാലും സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നന്നായി പഠിച്ചു വെക്കാട്ടോ. ക്ലാസ് ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യാം കേട്ടോ. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.